Today we are discussing about the application of static fields. So, what do you mean by the static fields? നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് the move ചെയ്യാത്ത ചാർജാണ്. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സോ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ് പറയും. അപ്പോൾ സ്റ്റാറ്റിക് ഫീൽഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ദ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസ് ചാർജ് പാർട്ടിക്കിളിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കും. സോ അപ്പോൾ നമുക്ക് ഈ ഡിഫ്ലക്ഷൻ്റെ പാത്ത് നോക്കിയിട്ട് നമുക്ക് പല ആപ്ലിക്കേഷൻസും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ അതിലൊന്നാണ് കാത്തോഡ് റേ ഓസിലോസ്കോപ്പ്, ഇങ്ക് ജെറ്റ് പ്രിൻറ്റേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റാറ്റിക് ഫീൽഡ്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇവിടെ രണ്ട് പ്ലേറ്റ്, the upper plate and lower plate. The upper plate is positive plate and lower plate is negative. So ഈ ലെങ്ത് ആണ് d, small d. So ഇത് ടോട്ടൽ, ഇത് മുതൽ upper plate to lower plate total length is capital L. So അങ്ങനെയാണെങ്കിൽ സെന്ററിൽ നിന്ന് ഇവിടത്തേക്ക് +L/2, ഇങ്ങോട്ടേക്ക് -L/2. അപ്പോൾ ഇവിടെ ഒരു ചാർജ് പാർട്ടിക്കിൾ, ഈ Q എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ XY പ്ലെയിനിലാണ് നമ്മളിവിടെ പൊട്ടൻഷ്യൽ, ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവ് പ്ലേറ്റ് XY പ്ലെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് Z ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് E = So we know that electric field is negative gradient of potential. അപ്പോൾ E = എന്തായിരിക്കും? V/L. So negative gradient എന്ന് പറയുന്നതുകൊണ്ട് നെഗറ്റീവ് V/L. ഏത് ഡയറക്ഷനിലായിരിക്കും? Z ഡയറക്ഷൻ. അപ്പോൾ Z cap എന്ന് കൊടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണത്. E = -V/L into Z cap. ഓക്കെ, നമുക്കറിയാം ഒരു ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഫോഴ്സ് ഈസ് ഇലക്ട്രിക് ലൊറന്റ് ഫോഴ്സ്. എന്താണ് ഇലക്ട്രിക് ലൊറന്റ് ഫോഴ്സ്? F = EQ. ഇതാണ് ഇലക്ട്രിക് ലൊറന്റ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2. 1 in 2. 1 in 2. അപ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് F = okay, -V/L Q into Z cap. That is equation number 3. Okay, then we know that according to second law of Newton, F = ma. Okay, നമുക്ക് അറിയുന്ന കാര്യമാണ്. That is equation number 4. Then A = F/m. സോ അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ Z ഡയറക്ഷനിൽ ഇതിനുണ്ടാവുന്ന എക്സലറേഷൻ എന്താണ്? അതെന്തായിരിക്കും? ദാറ്റ് ഈസ് AZ = Fz/m. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. അപ്പൊ ഇവിടെ നമുക്ക് F അറിയാം. ദിസ് ഈസ് F അല്ലെ, Z ഡയറക്ഷനിൽ ഉണ്ടാകുന്ന F ആണിത്. അപ്പൊ ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഇക്വേഷൻ 3 in 5. ഇക്വേഷൻ 3 in 5. അപ്പൊ എന്താ വരിക? ദാറ്റ് ഈസ് AZ = FZ എന്ന് പറയുന്നത് എന്താ? -V/L. ഓക്കെ, -V/L into Q Z cap divided by M. So this is equation number 6. അപ്പോൾ Z ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഈ ചാർജിന് ഉണ്ടാകുന്ന എക്സലറേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയത്. -V/L Qz cap by M. Okay, then we know that the equation of motion, ന്യൂട്ടന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് S = ut + ½ at². അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് Z ഡയറക്ഷനിൽ, അതുകൊണ്ട് S എന്ന് പറഞ്ഞാൽ Z = Newton. Z = uz into t plus half az into t². Okay, so this is equation number 7. നമുക്കറിയാം ഇവിടെ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് Z ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നില്ല, Z ഡയറക്ഷനിൽ
വെലോസിറ്റി കാരണം കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുന്നത്, സെറ്റ് ഡയറക്ഷനിലേക്ക് അതിന് ഫോഴ്സ് വരുന്നത്, അന്നേരം സെറ്റ് ഡയറക്ഷനിലേക്ക് വെലോസിറ്റി വരും. അപ്പൊ ഇവിടെ u(z) = 0. Then equation 7 become that is z = 1/2 az into t square. Okay, that is equation number 8. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 8 എന്ന് പറയുന്ന ഇക്വേഷനിൽ az-ന്റെ വാല്യൂ, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് az, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇക്വേഷൻ 6 substituted in 8. Equation 6 substituted in 8. അപ്പോൾ എന്താ വരിക? That is z equal to that is minus v q z cap divided by 2lm, okay, into t square. That is equation number 9. Okay. ഇനി അടുത്തത്, we know that the velocity in x direction, അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് x ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ we know that ux എന്ന് പറയുന്നത് that is ux equal to എന്താണ്, that is x/t ആണ്. ux equal x/t, that is equation number 10. Okay. സോ ഞാൻ ഈ ടിയുടെ വാല്യൂ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ടൈം, അതായത് ടി ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് x/ux എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 11. അപ്പം ടിയുടെ ഈ വാല്യൂ, അതായത് x/ux ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 11. ഓക്കെ, 11 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 9, 11 in 9. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ? ദാറ്റ് ഈസ് z equal to okay minus v q z cap by 2lm into ഇവിടെ t square ആണ്. അപ്പൊ എന്താ വരിക? x² by ux². so this is equation number 12. അപ്പൊ ഇക്വേഷൻ 12ലേക്ക് എത്തി. ഇക്വേഷൻ 12ന്റെ പ്രത്യേകത എന്താ നോക്കൂ. z ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻ ടേംസ് ഓഫ് x and ux ഇതിലേക്ക് ഞാൻ മാറ്റി എഴുതി. അപ്പൊ ഇക്വേഷൻ 12ന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഏതാണ് വേരിയബിൾ? ഇവിടെ വേരിയബിൾ x മാത്രമാണ്. ഓക്കെ, ബാക്കിയൊക്കെ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇക്വേഷൻ 12 നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ദാറ്റ് ഈസ് z equal to a constant into x². അങ്ങനെ ഇത് വരിക. ഇത് കംപ്ലീറ്റ് എന്താണ്? ഇത് കംപ്ലീറ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പരാബോളയുടെ ഇക്വേഷൻ y equal to x². അങ്ങനെ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇതൊരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. ഈ പരാബോള ഏത് പ്ലെയിനിലാണ് ഉള്ളത്? zx പ്ലെയിൻ. So this is the equation for a parabola in zx plane. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ചാർജ് പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? പരാബോളിക് ആയിരിക്കും. ഓക്കെ ഓക്കെ, സോ അതാണ് ഇവിടെ ഉണ്ടാകുന്ന ചാർജ് പാർട്ടിക്കിളിന്റെ പാത്ത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് ഇതിലൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മളിവിടെ പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫീൽഡ്സിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് നമ്മൾ ചാർജ് പാർട്ടിക്കിളിന്റെ മോഷനെ കൺട്രോൾ ചെയ്യാം. സോ അതിന്റെ പല ആപ്ലിക്കേഷൻ, അതിന്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് കാത്തോഡ് റേ ഓസിലോസ്കോപ്പ്, CRO, അതുപോലെ തന്നെ ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ആക്ച്വലി ഇവിടെ 2 പ്ലേറ്റ് ആണുള്ളത്. ആ 2 പ്ലേറ്റ് XY പ്ലെയിനിലാണുള്ളത്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ L ആണ്. ഓക്കെ, സോ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ദാറ്റ് ഈസ് നെഗറ്റീവ് z ഡയറക്ഷൻ. അപ്പൊ അവിടത്തേക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ അതിന്റെ പാത്തിന്റെ ഇക്വേഷൻ, ആ ഇക്വേഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നത്. So we know that electric field is negative gradient of potential, that is E equal to minus V by L into Z cap. Z cap എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ along Z direction.
Okay, electric field is negative z direction. That is equation number 1. Then according to electric Lorentz force, it is a force experienced by a charged particle moving in uniform electric field. That is F equal to V, that is equation number 2. Okay. Equal to minus. Then according to Newton's second law of motion, that is F equal to here Fz equal to Fz by m equal to. അപ്പോൾ ഇവിടെ ചാർജ് പാർട്ടിക്കിളിന് z ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ആക്സലറേഷൻ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Then equation 3 and 5, that is minus v by l q zk by m equal to az. That is equation number 6. Okay. Then according to equation of motion, Newton's law of equation of motion, s equal to ut plus half a t square. Here s equal to z. s ന് വരെ ഇവിടെ z എടുത്തിട്ടുള്ളത്. അപ്പം u എന്തായിട്ട് മാറി uz ആവും. Then a become az. z equal to z d square. So ഈ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ എത്തി ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് velocity വരുന്നത്. അതുവരെ z direction velocity ഇല്ല. So initial velocity z direction equal to 0. Okay, then this equation becomes z equal to az d square. That is equation number 8. Okay. Then az ന്റെ വാല്യൂ, that is equation 6 ൽ az ന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. So ഈ വാല്യൂ എടുത്തിട്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then z equal to minus v q zk by 2lm into t square. That is equation number 9. Then we know that the velocity along x direction, that is ux equal to x by t, that is equation number 10. Then t equal x by ux, that is 11. Okay, so time in the value ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ടി സ്ക്വയർ ആണ്. Then equation becomes z equal to minus v q z divided by 2lm. Okay, അപ്പോൾ ഇവിടെ z cap ആണ്. Okay, unit vector along x line z cap into x square by ux square. So ഈ ഇക്വേഷനിൽ ഇതൊക്കെ തന്നെ എന്താണ്? സോ ഇതൊക്കെ തന്നെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്താ വരിക? That is z equal to kx square. So this is equation for parabola in x z plane. So ഈ particle, ഈ charge particle path എന്തായിരിക്കും? Parabola ആയിരിക്കും. Today we are discussing about the cathode ray oscilloscope. ഇതിന്റെ application of static field CRO, that is cathode ray oscilloscope. സോ അതിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാമാണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. സോ ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുക. സോ ഹിയർ വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ടാവും, കാരണം നമ്മൾ കിട്ടിയിരിക്കുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ദെൻ അതിലൊരു ഭാഗം ട്രിഗർ സർക്യൂട്ട് പോകും. ഓക്കെ, ദെൻ ടൈം ബേസ്ഡ് ജനറേറ്റർ, ദെൻ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ. അതിൽ മറ്റൊരു പാർട്ട് പോകുന്നത് ഡിലേ ലൈനിലാണ്. ഓക്കെ, അങ്ങനെ ഡിലേ ലൈനിന്ന് that is vertical plate. ഇത് vertical plate ആണ്. ഈ vertical പ്ലേറ്റിലേക്ക് ഇത് പോകും. അതുകൂടാതെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ അവിടുന്ന് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് പോകും. സോ ഒരു പ്ലേറ്റ് ഇങ്ങനെയായിരിക്കും, മറ്റേ പ്ലേറ്റ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ദിസ് ഈസ് നോൺ ആസ് ദ ഹൊറിസോണ്ടൽ പ്ലേറ്റ്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് വെർട്ടിക്കൽ പ്ലേറ്റ്. അപ്പൊ ഇത് രണ്ടിനിടയിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിന്ന്. സോ ഇവിടുന്നാണ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, സോ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെയാണ് സ്ക്രീൻ ഉള്ളത്. ഇവിടെ സിങ്ക് സൾഫേറ്റ് കോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഇതിൽ ഇലക്ട്രോൺ ബൊമ്പാർഡ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റ് പുറത്തേക്ക് പോകും. സോ നമുക്ക് അവിടെ ഒരു പിക്ചർ കിട്ടുന്നുണ്ടാവും. സോ ദിസ് ഈസ് ദ സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. ഓക്കെ, സോ ഇവിടെ എച്ച് വി ഹൈ വോൾട്ടേജ് സപ്ലൈ, അതുപോലെ ലോ വോൾട്ടേജ് സപ്ലൈ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ ഇതിൻ്റെ മെയിനായിട്ട് എങ്ങനെയാണ് തിയറിറ്റിക്കലായിട്ട് ഒരു ഇലക്ട്രോൺ ബീം എങ്ങനെയാണ് ഈ സ്ക്രീനിലേക്ക് പോയിട്ട് ബൊമ്പാർഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഇത്രയും പ്ലേറ്റ് ഇതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. സോ ഇതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ പ്ലേറ്റും അതുപോലെ തന്നെ ആ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആണ്. അതേസമയം ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് സ്മോൾ ഡി. ഓക്കെ,
സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറിയിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഓക്കെ, CROയുടെ വർക്കിംഗ് നമുക്ക് നോക്കാം. അതിൻ്റെ തിയറി നമുക്കറിയാം, ഒരു ഇലക്ട്രോൺ, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ. ഓക്കെ, സോ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½mux² ആണ്. ux എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ x ഡയറക്ഷൻ. ദാറ്റ് കൈനറ്റിക് എനർജി ഈക്വൽ ടു EV1. ഓക്കെ, V1 എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ux² ഈക്വൽ ടു ux ഈക്വൽ √2EV1/m. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സോ ഇതാണ് x ഡയറക്ഷനിലെ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. Then we know that Z1, നമുക്ക് കഴിഞ്ഞ ഇതിൽ നമ്മൾ ഇക്വേഷൻ 12 വന്നതായിരുന്നു ഇത്. സോ അത് ഇവിടെ ഞാൻ എടുത്ത് എഴുതിയിട്ട് Z1 -QV ഡിവൈഡ് ബൈ 2mLux² into x². ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അത് Z1 എന്ന് പറയുന്നത് ഇത് ഇത്രയും ഡിസ്റ്റൻസ്, ഇതാണ് Z1. ഓക്കെ, then we know that uz, z directionലുള്ള velocity equal az into t. ഓക്കെ, അപ്പൊ az ന്റെ വാല്യൂ നമുക്കറിയാം, എന്താ? az equal -q/ml vt അല്ലേ, v into z cap into t. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ കേസ് എടുക്കുന്നത്, അപ്പൊ നമുക്ക് q നെ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? e എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? e എന്ന് കൊടുക്കാം. Then we know that t നമുക്കറിയാം, അതായത് t എന്ന് പറയുന്നത് അല്ലെങ്കിൽ ux എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് x/t എന്നാണ്. എക്സിന് പകരം x എന്ന് പറയുന്നത് ഇത് ഇത്രയും ഡയറക്ഷനിൽ x എന്ന് പറയുന്നത് ഇവിടെ x-ന് എന്താ? സ്മോൾ d ആണ് ഉള്ളത്. അപ്പൊ ux ഈക്വൽ ടു സ്മോൾ d ഡിവൈഡ് ബൈ t ടൈം. അപ്പൊ x എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ദാറ്റ് ഈസ് സ്മോൾ d. അപ്പൊ t ഈക്വൽ ടു എന്താ? d/ux. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള tക്ക് പകരം ഞാൻ d/ux സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. then uz ഈക്വൽ ടു EV/ml into d/ux. that is equation number 4. okay, so this is uz ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത് Z2 എന്ന് പറഞ്ഞാൽ ഇത്ര വരെ Z1 ആണ്, പിന്നെ ഉള്ളത് Z2 ആണ്. ഓക്കെ, Z2 എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇത്ര വരെ എന്തുണ്ടാവും? നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലേറ്റ് കഴിഞ്ഞ് വേർട്ടിക്കൽ പ്ലേറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. വേർട്ടിക്കൽ പ്ലേറ്റ് ഉണ്ടാവും ഇവിടെ. വേർട്ടിക്കൽ പ്ലേറ്റും അതുപോലെ തന്നെ സ്ക്രീൻ, ഇവിടെ സ്ക്രീനാണ് ഉണ്ടാവുക. ആ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ D ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ Z2 ഈക്വൽ ടു uz into t1. ഓക്കെ, t1 എന്ന് പറയുന്നത് എന്താ? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ എടുക്കുന്ന ടൈം. സോ t എന്ന് പറയുന്ന ഈ ലെങ്ത്, ഇത്രയും ലെങ്ത് പോകാനുള്ള ടൈമാണ് t. സോ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ടൈം, ദാറ്റ് ഈസ് t1. സോ Z2 ഈക്വൽ uz into t1. അപ്പൊ t1 എന്ന് പറയുന്നത് എന്തായിരിക്കും? t1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ഡിവൈഡ് ബൈ ux ആയിരിക്കും. ഓക്കെ, സാധാരണ t എന്ന് പറയുന്നത് സ്മോൾ d ഡിവൈഡ് ബൈ ux, t1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ഡിവൈഡ് ബൈ ux. ദാറ്റ് ഈസ് Z2 ഈക്വൽ uz into t1. then uz എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഇക്വേഷൻ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് EV/ml into സ്മോൾ d അല്ലെ, സ്മോൾ d ഡിവൈഡ് ബൈ ux into ക്യാപിറ്റൽ D. this is capital D divided by ux. so this is equation number 5 കൊടുക്കാം നമുക്ക്, equation 5. okay, സോ ഇത് Z2 കിട്ടി. അപ്പം Z1 കിട്ടി, Z2 കിട്ടി. അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ എന്തായിരിക്കും? Z ഈക്വൽ Z1 പ്ലസ് Z2. അപ്പൊ ഇവിടെ Z2 ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് EV ക്യാപിറ്റൽ D സ്മോൾ d ബൈ ml ux². ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. then Z ഈക്വൽ Z1 പ്ലസ് Z2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. ഏതൊക്കെ? Z1 into Z2. this is Z1, equation 3 and equation 5. 3 plus 5 അല്ലേ, equation 3 plus 5 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. that is Z equal to EV/ml ux² d² into EV capital D small d
by ml ux square. Okay, that is equation number 8. That is z equal to common ആയിട്ട് എടുക്കുന്നു EVD by ml ux square into capital D plus small d by 2. That is equation number 9. Okay, then നമുക്കറിയാം ux square, this is ux, ഇത് ux ആണ്. ux square എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ റൂട്ട് അങ്ങ് ഒഴിവാകും. സോ ഇത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ux സ്ക്വയറിന്റെ വാല്യൂ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് z equal to EVD divided by ml 2EV1 by small m into capital D, okay, in plus small d by 2. So that is equation number 10. Okay, this is equation number 10. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ എത്ര ഡിസ്റ്റൻസിലാണ് അത് പോയിട്ട് ബൊമ്പാർഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതൊക്കെ ക്യാൻസൽ ചെയ്യും. അതായത് ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഇ ക്യാൻസൽ ചെയ്യാൻ പറ്റും, എം ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇക്വേഷൻ ബിക്കാം z equal to small d divided by 2l, okay, into capital D plus small d by 2 into v by v1. That is equation number, so this is v, this is v, this is v1. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഈ പ്ലേറ്റിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് v, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് v1. അതായത് ഹൊറിസോണ്ടൽ പ്ലേറ്റിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് v, വെർട്ടിക്കൽ പ്ലേറ്റിൽ ഉണ്ടാകുന്ന v1. Then finally we get the equation 11, that is z equal to small d divided by 2l into capital D plus small d by 2 into v by v1. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സെഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് വൈയിൽ ഉണ്ടാകുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടി ഇത് ബ്രീഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് എൻട്രി ആണ്. അപ്പോൾ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി ഹാഫ് എം വി എക്സ് സ്ക്വയർ ഇക്വൽ ഇ വി 1. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. v1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, അത് കൈനറ്റിക് എനർജീനെ പൊട്ടൻഷ്യലിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതിയതാണിത്. ഓക്കെ, അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. ഹാഫ് എം യു എക്സ് സ്ക്വയർ ഈക്വൽ ഇ വി 1. Okay, that is equation number 1. Then we know that ux equal root of 2ev1 by m. Okay, that is equation number 2. Then we know that z1, അതായത് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഇക്വേഷൻ 12, അത് തന്നെയാണ് ഇവിടെ z1 equal minus ev by 2ml ux സ്ക്വയറിന്റെ എക്സ് സ്ക്വയർ. അതായത് ഇതൊരു പരാബോളന്റെ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. That is equation number 3. Then uz equal az into t, that is equal minus evt by ml into z cap. Then t യുടെ വാല്യൂ, that is small d by ux, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതായത് ഈ ഇക്വേഷന്റെ പ്രത്യേകത z ഡയറക്ഷനിൽ ഉണ്ടാകുന്ന വെലോസിറ്റി നമ്മൾ x ഡയറക്ഷനിലെ വെലോസിറ്റി ആയിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റി. Then similarly z2, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് നേരത്തെ കണ്ടുപിടിച്ച z1 ആയി നമുക്ക് z2 ആ വേണ്ടത്. ഓക്കെ, that is uz into T1. സോ T1 എന്ന് പറയുന്നത് ഈ ഇവിടുന്ന് ഇവിടത്തേക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ടൈമാണ്. സോ ദാറ്റ് ടൈം T1 ഈക്വൽ ക്യാപിറ്റൽ D by ux, ദാറ്റ് ഈസ് Z2 ഈക്വൽ EV. This is the potential, vertical plate potential, capital V by ml into small d by ux into capital D by ux. That is equation number 5. So അതൊന്ന് സിംപ്ലിഫൈ ചെയ്തു. ദാറ്റ് ഇസ് z equal to ux square. That is equation number 6. Then total displacement is z direction, that is z equal z1 plus z2, that is equation 3 plus 5. That is z equal to ev by 2ml ux square d square plus ev capital D small d divided by ml ux square. That is equation number 8. So ഇനി അടുത്ത സിംപ്ലിഫൈ ചെയ്യാണ്. z equal to evd by ml ux square capital D by d plus d by 2, that is equation 9. Then z equal to e capital V d divided by ml 2 ev1 by m into capital D plus small d by 2, that is equation number 10. Okay, then ഇവിടെ
നമ്മൾ ഈ യു എക്സിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇത് കിട്ടുന്നത്. Z ഈക്വൽ ടു സ്മോൾ d ബൈ 2l ഇൻറ്റു ക്യാപിറ്റൽ D പ്ലസ് സ്മോൾ d ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ V ബൈ V1. Capital V is the voltage across vertical plate, V1 is the voltage across horizontal plate. Okay. Equation 11 ഞാനൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. That is Z equal to small d divided by 2l into capital D plus D by 2 into V by V1. So this is equation number 11. അപ്പോൾ ഇത് Z ഡയറക്ഷൻ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ സ്ക്രീനിലുള്ളത് YZ ഡയറക്ഷനിലാണ് അല്ലേ, YZ ഡയറക്ഷൻ. അപ്പോൾ എനിക്ക് Y ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് വേണം. ദാറ്റ് ഈസ് Y ഈക്വൽ ടു Y1 പ്ലസ് Y2. അപ്പോൾ അവിടെ ഈ വോൾട്ടേജ്, അതായത് ഇവിടെയുള്ള ഈ വോൾട്ടേജിന് പകരം എനിക്ക് V ഡാഷ്, അതായത് ഹൊറിസോണ്ടൽ വോൾട്ടേജ് when vertical voltage becomes 0, അതായത് vertical voltage 0 ആകുന്ന സമയത്ത് horizontal voltage എത്രയാണോ that is the V dash. അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, V dash. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് എന്താണ്, ഫീൽഡ് ഫ്രീ റീജിയനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ക്യാപിറ്റൽ D ഇവിടെ D ഡാഷ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഇക്വേഷൻ ബിക്കം, അതായത് 11ൽ നമ്മൾ ഇക്വേഷൻ 11 Y ഡയറക്ഷനിലേക്ക് വരുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് സ്മോൾ d ഡിവൈഡ് ബൈ 2l ഇൻറ്റു D ഡാഷ് പ്ലസ് സ്മോൾ d ബൈ 2 ഇൻറ്റു V ഡാഷ് ബൈ V1. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 12. അപ്പോൾ നമുക്ക് Y ഡയറക്ഷനും അതുപോലെ Z ഡയറക്ഷൻ YZ കോർഡിനേറ്റ് കിട്ടി. അപ്പോൾ അവിടെ ആയിരിക്കും ഈ ഇലക്ട്രോൺ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സിങ്ക് സൾഫേറ്റ് അത് ലൈറ്റ് എലിമിനേറ്റ് ചെയ്യും. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അതിൽ പിക്ചർ ഇങ്ങനെ കാണുന്നുണ്ടാവും. സോ ഇത്രയും വലിയൊരു പ്രോസസ്സ് ഇതിൽ നടക്കുന്നുണ്ടാവും. അപ്പം 10,000-കണക്കിന് ഇലക്ട്രോൺസ് ഇങ്ങനെ വന്ന് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെർട്ടിക്കൽ പ്ലേറ്റും ഹൊറിസോണ്ടൽ പ്ലേറ്റുള്ള വോൾട്ടേജ് വേരിയേഷൻ കൊണ്ടാണ് ഇത് അവിടെ സംഭവിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ നമ്മുടെ ടെലിവിഷനിലൊക്കെ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാണ്. നമ്മൾ അതിൻ്റെ തിയറി മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് തിയറി, അതായത് കാത്തോഡ് റേ ഓസിലോസ്കോപ്പിൻ്റെ ബേസിക് തിയറിയാണ്. ഓക്കെ. Some modifications are made to the cathode ray tube to invent the cathode ray oscilloscope, CRO. The cathode ray oscilloscope is built up of three main parts. The first part, which looks like the cathode ray tube but with a few changes, is named the electron gun. This part produces electrons by the property of thermionic emission. The second part is the deflection system, and it causes the deviation of the electrons from its normal straight line pathway according to the voltage applied to the plates. It consists of the Y plates. They are responsible for deflecting the beam of electrons vertically up and down. The other two plates are named the X plates, and they are responsible for deflecting the beam horizontally left and right across the screen. The voltage on the X plate is controlled by a button on the interface. This button is referred to as the time base. The third main part of the oscilloscope is the fluorescent screen. This screen is plated from inside with a layer of a substance that is sensitive to electrons. It gives a bright spot on the position where the beam of electrons falls on the screen. In this part, we will learn how to draw a label diagram of the CRO. First, you must draw this shape that will indicate the vacuum tube that encloses most of the parts. Starting from the left, the cathode is drawn as a basic cylindrical shape. The heater or the filament with its supply are drawn as a circuit behind the cathode. The hollow tubes are drawn to represent the anodes. Between the cathode and the anode there is a ring. This ring is known as the grid. Now the cathode and the two hollow tube anodes are connected to a high voltage DC supply about 600 volts. The negative is connected to the cathode and the positive to the anodes. Two parallel horizontal plates are drawn to represent the Y plates. Next to these plates are two parallel vertical plates to represent the X plates. And finally, this is the beam of electrons. This will make a flash on the screen. This is how you will draw it in the exam. Now label the parts. All the apparatus are placed in a vacuum tube.
Starting from left, the labels are the heater or the filament, the cathode, the grid, the two hollow tube anodes, the high voltage DC supply, and all these parts form the electron gun, the Y plates and the X plates, and these will form the deflection system. The last part is the fluorescent screen. This is how you will draw and label the parts of the cathode ray oscilloscope.